കൊല്ലത്ത് കൊട്ടാരക്കര നെടുവത്തൂരിലെ ഈശ്വരവിലാസം സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഹെഡ് മിസ്ട്രസിനെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പുറത്ത് നിർത്തി ഗേറ്റ് ലോക്ക് ചെയ്തു. വലിയ വിവാദമായി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈസ്കൂളിൽ ആ സ്കൂളിന്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥയാണ്. അതിന്റെ ചുമതലക്കാരിയാണ് ഹെഡ് മിസ്ട്രസ്. ഹെഡ് മിസ്ട്രസിന്റെ അണ്ടറിലാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരനും വരിക. എന്നാൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ ടീച്ചറിനെ പുറത്തു നിർത്തി ഗേറ്റ് പൂട്ടി. ടീച്ചറാണെങ്കിലോ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനുള്ള മുട്ടയൊക്കെ വാങ്ങിയാണ് സ്കൂളിലേക്ക് വന്നപ്പോൾ ടീച്ചറിന് പ്രവേശനമില്ല. ടീച്ചർ പറഞ്ഞു, ഞാൻ ഹെഡ് മിസ്ട്രസ് ആണ്, നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതല്ലേ, നിങ്ങൾ അകത്തേക്ക് എന്നെ കടത്തിവിടണം. ഒരു രക്ഷയുമില്ല, ഹെഡ് മിസ്ട്രസിനെ പുറത്തിരുത്തി. സെക്യൂരിറ്റി അതിന് പറഞ്ഞ ന്യായം, ചുരിദാർ ഇട്ട് വന്നു കഴിഞ്ഞാൽ ആരെയും, ഒരു സ്ത്രീകളെയും പ്രത്യേകിച്ച് അധ്യാപികമാരെ ആരെയും അകത്തോട്ട് കയറ്റേണ്ടെന്നാണ് മാനേജർ പറഞ്ഞിരിക്കുന്നത്. ഏതോ ഒരു സംഘി മാനേജർ എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഒരു സുരേഷ് കുമാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സംഘി മാനേജർ പറഞ്ഞു, സാരി ഉടുത്തു മാത്രം അധ്യാപികമാർ സ്കൂളിലെത്തിയാൽ മതി, പഠിപ്പിച്ചാൽ മതി എന്നാണ് ഇയാളുടെ നിർദ്ദേശം എന്ന് ഈ ഹെഡ് മിസ്ട്രസിനോട് ഇയാൾ നേരിട്ട് പറഞ്ഞിരുന്നു. ഈ മാനേജർ കഴിഞ്ഞ ദിവസം ഈ മാനേജർ സ്കൂൾ സന്ദർശിക്കാൻ എത്തിയപ്പോൾ ഹെഡ് മിസ്ട്രസ് ചുരിദാർ ഇട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഇയാൾ പറഞ്ഞു, ചുരിദാർ ഇട്ടുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ല എന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഹെഡ് മിസ്ട്രസ് പറഞ്ഞു, 2008 സംസ്ഥാന സർക്കാർ അതിനൊരു തിരുത്ത് വരുത്തിയിട്ടുണ്ട്. സാരി മാത്രമല്ല, വൃത്തിയും വെടിപ്പും മെനയുള്ള കുപ്പായം ഇട്ടുകൊണ്ട് സ്കൂളിൽ വരാം എന്ന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അത് പരിഷ്കരിച്ചിട്ടുണ്ട്. സ്കൂളിൽ അധ്യാപികമാരുടെ വേഷം സംബന്ധിച്ച് പരിഷ്കരണം വരുത്തിയിട്ടുണ്ട്. അതിനകത്ത് ചുരിദാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ ഹെഡ് മിസ്ട്രസ് ഈ മാനേജറെ തിരുത്തുകയും ചെയ്തു. കഴിഞ്ഞ കുറെ കാലമായി ടീച്ചറോടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ ടീച്ചർ ഹെഡ് മിസ്ട്രസ് ആയിട്ട് 8 വർഷത്തോളമായി. അപ്പോ ഈ ഹെഡ് മിസ്ട്രസ് ഈ ചുരിദാറൊക്കെ ഇട്ട് വരും, പേടിക്കാതെ വരുന്നു. പക്ഷെ മറ്റു ടീച്ചർമാർ, അധ്യാപികമാർ, പാവങ്ങൾ സാരി ഉടുത്തു മാത്രമേ സ്കൂളിൽ വരാറുള്ളൂ. ഈ മാനേജറെ ഭയന്നിട്ട് ഇയാൾ എന്തെങ്കിലും കടുകൈ കാണിച്ച് ടീച്ചർമാരെ പിരിച്ചുവിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർന്നില്ലേ, വീട് പട്ടിണിയായി പോകും. ഈ രാവിലെ എണീറ്റിട്ട് ഈ സാരിയൊക്കെ വലിച്ചു ചുറ്റി കുട്ടികളെയും സ്കൂളിൽ വിട്ട് സ്കൂളിലേക്ക് ഓടിപ്പോകുന്ന അധ്യാപികമാരുടെ അവസ്ഥ അതിഭീകരമാണ്. അത് വീട്ടിൽ അധ്യാപികമാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അധ്യാപികമാർ രാവിലെ എങ്ങനെയാണ് വീട്ടുജോലികളൊക്കെ ഒരുക്കി പിന്നെ മക്കളെ സ്കൂളിൽ വിട്ട് പിന്നെ സാരി ഉടുത്ത് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോ വൈകി പോകും. ചില സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് തന്നെ പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ടാവുകയും ചെയ്യും. പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിൽ ചുരിദാർ അനുമതി കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതിനു മുകളിലൂടെ ഒരു ഓവർ കോട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ യൂണിഫോം അവര് നിശ്ചയിച്ചിട്ടുണ്ട്, സ്വകാര്യ സ്കൂളുകളിൽ ചിലതെങ്കിലും. എന്നാൽ എയ്ഡഡ് സ്കൂളായ ഈശ്വരവിലാസം ഇവിടെ ഈ നെടുവത്തൂരിൽ സാരി മാത്രമേ ഉടുക്കാവൂ. അതെങ്ങനെ ശരിയാകും? ഈ ടീച്ചർ ഗേറ്റ് അടച്ച സെക്യൂരിറ്റിയോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഹെഡ് മിസ്ട്രസ് ആണ്, നിങ്ങൾക്കറിയാം, ഞാൻ ഇക്കാര്യം മാനേജറോട് നേരിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, നിയമമുള്ളതാണ്, സർക്കാർ നിയമമുണ്ട്. ഇവിടെ ഒരു ഭരിക്കുന്ന സർക്കാരുണ്ട്, ജനാധിപത്യ സംസ്ഥാനമാണ് കേരളം എന്നൊക്കെ അവര് വീമ്പിളക്കിയെങ്കിലും ഒന്നും നടന്നില്ല. ഈ സെക്യൂരിറ്റി അവരെ ഗേറ്റിന് പുറത്ത് തന്നെ ടീച്ചറും വിട്ടുകൊടുത്തില്ല. ടീച്ചറിന്റെ പേര് സിന്ധു എന്നാണ്. ടീച്ചർ ഉടനെ നിലത്തങ്ങിരുന്നു. കൊണ്ടുവന്ന മുട്ടയൊക്കെ സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് ടീച്ചർ ഇരുന്നിട്ട് മൊബൈൽ ഫോൺ എടുത്ത് നേരെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ വിളിച്ചു. കൊല്ലത്തെ അസിസ്റ്റന്റ്, അങ്ങനെ AEO DEO അങ്ങനെ തുടങ്ങിയ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിലും വിളിച്ചറിയിച്ചു. പോലീസ് ഒരു 45 മിനിറ്റോളം സമരം നീണ്ടപ്പോൾ പോലീസ് സ്ഥലത്തെത്തി. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മാനേജറെ വിളിച്ചു. മാനേജർ അപ്പോ അത് പറഞ്ഞത്, ചുരിദാർ സാരി ഉടുക്കണമെന്നൊരു പ്രിഫറൻസ് മാത്രമേ ഉള്ളൂ, ചുരിദാർ ഇടുന്നതിന് ഞാൻ വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല, സെക്യൂരിറ്റി എടുത്തു ചാടിയതാണ്, സെക്യൂരിറ്റിക്ക് അങ്ങനെ നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ കുറ്റവും പാവം സെക്യൂരിറ്റി ചേട്ടന്റെ തലയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഏതായാലും സിന്ധു ടീച്ചറുടെ ഏകാംഗ സമരത്തോടുകൂടി സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഈ സാരി മാത്രം ഉടുത്തുകൊണ്ടേ വരാവുള്ളൂ എന്നുള്ള ദുശാഠ്യം അവിടെ അവസാനിപ്പിക്കാൻ കാരണമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടീച്ചറിന്റെ ധൈര്യമല്ല, ടീച്ചർ സംസ്ഥാനത്ത് നിയമമുണ്ടെന്നും ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂവെന്നും ടീച്ചർ എടുത്ത തീരുമാനം ഒരുപാട് അധ്യാപികമാരുടെ കാലാകാലങ്ങളോളമുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു എന്ന് എടുത്തു പറയുന്നതാണ് അതിന്റെ ശരിയും. സിന്ധു ടീച്ചറിന്റെ സമരം വിജയിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. സ്കൂൾ മാനേജർ എന്ത് വന്നാലും ഈ നടപടിക്കൊക്കെ ഉത്തരം അധികൃതർക്ക് മുന്നിൽ പറയേണ്ടിയും വരും.